ഒരു സ്ത്രീ 700 രൂപയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ലാതെ ആ മരുന്നിൻ്റെ ഡോക്ടർ എഴുതി കൊടുത്ത ചീട്ടുമായിട്ട് അവരെ മുന്നിൽ നിൽക്കുകയാണ്. 5 മണിവരെ നിലത്തിട്ട് നയാ പൈസ അവർ കൊടുത്തില്ല. ഇത് നിക്ഷേപകരെല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന് ഡെപ്പോസിറ്റ് പിൻവലിച്ചുകൊണ്ട് പോയാൽ ആ ബാങ്ക് പൊളിയും. ഇതേ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ നാഷണൽ ഈ സഹകരണ ബാങ്കുകളുണ്ടായത്. എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ഇതിലുള്ള വിശ്വാസ്യത ഈ രാഷ്ട്രീയക്കാരായിട്ട് നശിപ്പിച്ച് കളഞ്ഞു. സർക്കാർ കാണിക്കുന്ന 4ാമത്തെ വർഷത്തിൽ അവർ കാണിക്കുന്നത് 100 കോടി രൂപയാണ് അവർ ചിലവാകുന്നത്. പാവപ്പെട്ട ആശാ വർക്കേഴ്സ് അവിടെ കിടക്കുന്നു. ഒരു ഉറ്റ് വെള്ളത്തിന് വേണ്ടി കഴിയുമ്പോൾ ഈ കടലിൽ പോയി മുങ്ങിച്ചാവണമെന്ന് പറയുന്നത് പോലുള്ള അവസ്ഥയാണ് ഇവിടുത്തെ ജനങ്ങൾ. വെളുപ്പിക്കേണ്ടവനൊക്കെ വെളുപ്പിച്ചു പോയി. ഇവിടെ വെളുപ്പിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അത് ഈ സഹകരണ സംഘങ്ങൾ മുഖേന കള്ളപ്പണങ്ങൾ വെളുപ്പിക്കേണ്ട സമയമുണ്ട്, വെളുപ്പിച്ചു, അവരതിനെ അപേക്ഷ ചെയ്തു. നമസ്കാരം. ഇന്നു വരെ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളിൽ നിക്ഷേപിച്ച നിക്ഷേപ തുക, അതായത് കോടിക്കണക്കിന് വരുന്ന നിക്ഷേപ തുക ഇതുവരെ തിരിച്ചു കിട്ടാത്ത ലക്ഷക്കണക്കിന് പേരാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. ഈ പണം എങ്ങനെ തിരിച്ചു കിട്ടും, ആര് തിരിച്ചു നൽകും എന്നുള്ള ചോദ്യം ഉയർന്നു വന്നിരിക്കുന്നു. സത്യത്തിൽ ഈ സഹകരണ പ്രസ്ഥാനങ്ങൾ പൂട്ടിക്കെട്ടേണ്ട വക്കിലാണോ എന്നുള്ള ചോദ്യവും മുൾമുനയിലാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ സഹകരണ പ്രസ്ഥാനങ്ങളിൽ നിക്ഷേപിച്ച തുക നിക്ഷേപകർക്ക് എങ്ങനെ തിരിച്ചു കിട്ടും, ആ തുക ഉടൻ തന്നെ തിരിച്ചു നൽകണം, സഹകരണ പ്രസ്ഥാനങ്ങളുടെ വിഷയങ്ങളെല്ലാം പരിഹരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ആനുകാലികമായുള്ള ഒരുപാട് പരിപാടികൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സാമ്പത്തികം തന്നെയാണ്. ഒരു സ്കൂളിലെ അധ്യാപിക, ഒരു വ്യാപാര സ്ഥാപനം നടത്തുന്ന ഒരാൾ, വേറെ ഏതെങ്കിലും രീതിയിലുള്ള സമ്പാദ്യമുള്ള ഒരു വസ്തു ഡിസ്പോസ് ചെയ്ത ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്, നിക്ഷേപം എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള സഹകരണ സംഘങ്ങളിലാണ് നിക്ഷേപിക്കുന്നത്. അതിന് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മിക്കവാറും ഇതിൻ്റെ അധികാരികൾ അല്ലെങ്കിൽ ആ സൊസൈറ്റികൾ നിയന്ത്രിക്കുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരായിരിക്കും. അപ്പോൾ ആ ജനങ്ങൾക്ക് അവരുമായിട്ടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ അവർ വന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് നിങ്ങൾക്ക് വസ്തു ഡിപ്പോസിറ്റ് ചെയ്ത് കിട്ടിയില്ലേ, നിങ്ങൾക്ക് പെൻഷൻ പറ്റി ഇത്ര രൂപ കിട്ടിയില്ലേ, ആ ബാങ്കിൽ ആ പൈസ നമുക്ക് ഇതിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമേഴ്ഷ്യൽ ബാങ്കുകൾ അല്ലെങ്കിൽ നാഷണൽസ് ബാങ്കുകൾ കൊടുക്കുന്ന പലിശയെക്കാളും കൂടുതൽ പൈസ നമുക്ക് തരാൻ പറ്റും. അത് മാത്രമല്ല, നിങ്ങൾ എവിടെ ഏത് സമയത്താണോ ആവശ്യപ്പെടുന്നത്, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായാലും ശരി, അല്ലെങ്കിൽ വീട് പണിയുന്നതിനായാലും ശരി, അല്ലെങ്കിൽ കുട്ടികളുടെ അവരുടെ ചികിത്സാ സഹായത്തിനായാലും അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തിന് ആ സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും തന്നുകൊള്ളാം എന്നുള്ള വാഗ്ദാനം നൽകിയാണ് ഈ ആളുകൾ അവിടെ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ആ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ 16,000-ഓളം 16,000-ഓളം സഹകരണ സംഘങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. 2,40,000 കോടി രൂപ ആളുകളുടെ നിക്ഷേപമുണ്ട്. എല്ലാവർക്കും അറിയാം, പത്രക്കാർക്കും അറിയാം, ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കറിയാം. ഈ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ ഒരു സഹകരണ സംഘത്തിൻ്റെ സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും HDC ഇതൊക്കെ പഠിച്ചുകൊണ്ട് കിട്ടുന്നത് 1,30,000 1,50,000 രൂപയാണ് അവർ സാലറി വാങ്ങിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ആ ഒരു സാഹചര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ദയനീയ അവസ്ഥയാണ്. യഥാർത്ഥത്തിൽ പത്രക്കാരും ഇവിടുത്തെ ആളുകൾ എല്ലാവരും, മനുഷ്യാവകാശ പ്രവർത്തകരും എല്ലാവരും പോകുന്നത് ഇതേപോലുള്ള സ്ഥാപനങ്ങളുടെ മുൻവശത്താണ്. രാവിലെ ചെന്ന് 9:30 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ പൈസയ്ക്ക് വേണ്ടി കേയുകയാണ്. ഞാൻ യഥാർത്ഥത്തിൽ നമ്മൾ ഈ അടുത്ത കാലത്ത് ഇതിൻ്റെ വിതരണവുമായിട്ട്, നോട്ടീസ് വിതരണവുമായിട്ട് ഓഫീസിൽ പോയപ്പോൾ 2 സംഭവങ്ങൾ നമ്മളെ വലിയ രീതിയിൽ ഹർട്ട് ചെയ്തു. ഒന്ന്, ഒരു സ്ത്രീ 700 രൂപയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ലാതെ ആ മരുന്നിൻ്റെ ഡോക്ടർ എഴുതി കൊടുത്ത ചീട്ടുമായിട്ട് അവരെ മുന്നിൽ നിൽക്കുകയാണ്. 5 മണിവരെ നിലത്തിട്ട് നയാ പൈസ അവർ കൊടുത്തില്ല. അതേപോലെ നമ്മളവിടെ ചെന്ന് വെച്ചിട്ട് സ്കൂൾ തുറപ്പാണ്, കുട്ടികൾക്ക് പാഠപുസ്തകം വാങ്ങിക്കാൻ പൈസയില്ല. ഇത് കണ്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ തീരുമാനിച്ചത്, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി 10-100 പിള്ളേർക്ക് നമ്മൾ കൊടുക്കാൻ വേണ്ടി ഈ പൈസ സംഘടിപ്പിച്ചതും ഈ കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നതെന്ന് പറയുന്നത്
ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് ഇത് ഇടപെട്ട് കേന്ദ്ര ഗവൺമെൻറ് ആയാലും ശരി, കേരള ഗവൺമെൻറ് ആയാലും ശരി, ഇതിന് ഒരു പരിഹാരം എന്ന് പറയുന്നത്, ഒന്ന്, ജില്ലാ ബാങ്ക് തീർച്ചയായിട്ടും പുനഃസ്ഥാപിക്കണം. ജില്ലാ ബാങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ഈ പറയുന്ന പിന്നെ ചെറുകിട സഹകരണ സംഘങ്ങൾക്ക് ലോൺ എടുത്ത് ഈ ആളുകളുടെ പൈസ വിട്ടാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കമേഴ്ഷ്യൽ ബാങ്ക് ഇരിക്കണം, നമുക്ക് ഇപ്പോൾ സ്റ്റാച്യൂവിലിരിക്കുന്ന ഒരു കമേഴ്ഷ്യൽ ബാങ്ക്, നാഷണലൈസ് ബാങ്ക്. ഈ ബാങ്കിൽ ഇവിടുത്തെ നിക്ഷേപകരെല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന് ഡെപ്പോസിറ്റ് പിൻവലിച്ചുകൊണ്ട് പോയാൽ ആ ബാങ്ക് പൊളിയും. ഇതേ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഈ സഹകരണ ബാങ്കുകളുണ്ട്. എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ഇതിലുള്ള വിശ്വാസ്യത പിന്നെ രാഷ്ട്രീയക്കാരായിട്ട് നശിപ്പിച്ച് കളഞ്ഞു. കാര്യം അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതിനെ നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിന് യഥാർത്ഥത്തിൽ ഞാൻ ഒരു അഡ്വക്കേറ്റായിട്ട് ഞാനൊരു ആർബിട്രേഷൻ കേസ് ഫയൽ ചെയ്യാൻ പോയ സമയത്ത് അവർ പറഞ്ഞിരിക്കുന്നത്, അവരുടെ അന്നത്തെ ആ സെയിൽ ഓഫീസർ എൻ്റെ കൂടെ പറഞ്ഞത്, എവിടത്തേന്ന് ചോദിക്കുക, ആ സെയിൽ ഓഫീസർ എൻ്റെ കൂടെ പറഞ്ഞത്, മോളി എന്ന് പറയുന്നത് ഒരു ഫയലും സ്വീകരിക്കരുത്, അത് അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് മറുപടി ഇതിന് ഉണ്ടാകരുത് എന്നുള്ള ഞാൻ അതിനകത്ത് ഞാൻ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് വ്യക്തിപരമായി നിങ്ങൾ ഇങ്ങനെ ഇതിൽ പറഞ്ഞു കൊണ്ട് ഞാൻ അപ്പോൾ ആ ഫയൽ മാത്രം സ്വീകരിച്ചു. അപ്പം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ രീതിയിലുള്ള ഒരു കുംഭകോണം നടന്നിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പിന്നെ ഭരണപക്ഷമായാലും ശരി, പ്രതിപക്ഷമായാലും ശരി, സാംസ്കാരിക നായകന്മാരായാലും ശരി, ഞാൻ യഥാർത്ഥം നിങ്ങളെ കൂടെ പറയാണ്, ഇതൊക്കെ നിങ്ങളെപ്പോലുള്ള ആളുകൾ വേണം ഇതിനെയൊക്കെ രംഗത്ത് കൊണ്ടുവരാൻ. പത്രധർമ്മം എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന അനീതിക്കെതിരെ നിങ്ങൾ പ്രവർത്തിക്കണം. ഇതിനൊരു വലിയൊരു പ്രക്ഷോഭമാക്കി മാറ്റുവാൻ നിങ്ങളിലുള്ള എല്ലാ രീതിയിലുള്ള സഹകരണങ്ങളും ഉണ്ടാവണം. അത് പോയിട്ട് ഗവൺമെൻറ് തന്നെ ഇതിന് മുൻകൈയെടുത്ത് ഈ നിക്ഷേപകരുടെ തുക ഗഡുക്കളായിട്ട് തിരിച്ചു കൊടുക്കാൻ തരണം. അതിനകത്ത് വേറെ ഒരു കാര്യങ്ങളുണ്ട്. ഗവൺമെൻറ് ഒരു സമാശ്വാസം എന്നുള്ള ഒരു സംഭവമുണ്ട്, 5 ലക്ഷം രൂപയുടെ. അതുപോലും സർക്കാർ കൊടുക്കാൻ തയ്യാറാവാതെ സർക്കാർ കാണിക്കുന്ന 4ാമത്തെ വർഷത്തിൽ അവർ കാണിക്കുന്നത് 100 കോടി രൂപയാണ് അവർ ചിലവാകുന്നത്. പാവപ്പെട്ട ആശാ വർക്കേഴ്സ് അവിടെ കിടക്കുന്നു. ഒരു വെള്ളത്തിന് വേണ്ടി കഴിയുമ്പോൾ ഈ കടലിൽ പോയി മുങ്ങിച്ചാവണമെന്ന് പറയുന്നത് പോലുള്ള അവസ്ഥയാണ് ഇവിടുത്തെ ജനങ്ങൾ. 2,40,000 കോടി രൂപയാണ് നിക്ഷേപകരുള്ളത്, 16,000 സൊസൈറ്റികളിലായിട്ട്. ഇത് തിരിച്ചു കൊടുക്കണം. ഇതൊരു വലിയൊരു വെട്ടിപ്പല്ലേ. ഇപ്പം എനിക്കാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ താങ്കൾക്കാണ് ഇത് സംഭവിച്ചെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ സമ്പാദ്യം കംപ്ലീറ്റ് തീരെയല്ലേ. അപ്പോൾ അതിനൊരു പരിഹാരം കാണാൻ കഴിവില്ലെങ്കിൽ പിന്നെ എന്തോന്നാണ് ഈ സർക്കാരിൻ്റെ ആവശ്യമുണ്ടോ ഇത്രയും വെട്ടിയിട്ട്? ഇപ്പം ഉദാഹരണത്തിൽ എൻ്റെ ഇവിടെ ഇട്ട് ആരെങ്കിലും ഒരു പോലീസ് ഒരാൾ എന്നെ മർദ്ദിച്ചു. ആ മർദ്ദിച്ചാൽ എന്ത് ചെയ്യണം? എന്നെ സംരക്ഷിക്കാൻ ഇവിടുത്തെ പോലീസുകാരുണ്ട് അല്ലേ? ആ പോലീസുകാർ എനിക്കെതിരെ മർദ്ദിച്ചതിനെതിരെ കേസെടുക്കും. എനിക്ക് വേണ്ടി കേസ് എടുത്തുന്നത് ഗവൺമെൻറ്റാണ് അല്ലേ? അപ്പോൾ അതേപോലെ ഈ രാജ്യത്ത് വലിയൊരു വെട്ടിപ്പ് നടന്നു, നിക്ഷേപക വെട്ടിപ്പ് നടന്നു. ആളുകളെ പൈസ തിരിച്ചു കൊടുക്കുന്നില്ല. ഗവൺമെൻറ് കണ്ടഭാവം കാണിക്കുന്നില്ല, വകുപ്പ് മന്ത്രി കാണിക്കുന്നില്ല, മുഖ്യമന്ത്രി കാണിക്കുന്നില്ല, ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ അതിരിക്കുന്നു. ഇപ്പോൾ ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർ നമ്മുടെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളുടെ അഫിലിയേഷനോട് കൂടിയാണ് ഈ സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. അവരും ബാധ്യസ്ഥരാണ് ഈ പൈസ വാങ്ങിച്ചു കൊടുക്കാനുള്ള. പക്ഷെ അവർ മിണ്ടാട്ടമില്ലെന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ പറയുന്നത്, മുകളിലെ രാഷ്ട്രീയ നേതാക്കന്മാർ പറയുന്നു ഇതിലിടപെടരുത്, ഇത് ഇങ്ങനെ പ്രശ്നം വരുന്നു. നമ്മളിവിടെ ഈ പരിപാടി നടത്തിയ സമയത്ത് ഈ ധർണ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി പല രാഷ്ട്രീയ നേതാക്കന്മാരെ ക്ഷണിച്ചപ്പോൾ അവർ പറഞ്ഞത്, നമ്മൾ തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതിനെപ്പറ്റി ഒന്നും മിണ്ടരുത് എന്ന്. നാട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങൾക്ക് വേണ്ടി അവർ നടക്കുന്നു. ഈ പാവങ്ങളുടെ പൈസ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി. ഞാൻ ചോദിക്കട്ടെ, ഈ ഡെപ്പോസിറ്റ് ഈ കോപ്പറേറ്റീവ് സഹകരണ സംഘങ്ങൾ കിടക്കുന്ന എത്ര രാഷ്ട്രീയക്കാരുടെ പൈസയുണ്ട്? ഏതെങ്കിലും രാഷ്ട്രീയക്കാരുണ്ട്? ഏതെങ്കിലും മുതലാളിമാരുണ്ട്? എല്ലാം പാവപ്പെട്ടവരുടെ, ഈ ഞാൻ പറഞ്ഞതുപോലെ പെൻഷനായവരുടെ, വസ്തു ഡിസ്പോസ് ചെയ്തവരുടെ, ചെറു തട്ടുകട നടത്തുന്നവരുടെ, ഇവരുടെ നിക്ഷേപങ്ങളാണുണ്ട്. 25,000 മുതൽ കോടികളുണ്ട്. വെളുപ്പിക്കേണ്ടവനൊക്കെ വെളുപ്പിച്ചു പോയി. ഇവിടെ വെളുപ്പിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അത് ഈ സഹകരണ സംഘങ്ങൾ മുഖേന കള്ളപ്പണങ്ങൾ വെളുപ്പിക്കേണ്ട സമയമുണ്ട്, വെളുപ്പിച്ചു. അവരതിനെ അപേക്ഷ ചെയ്തു. സാധാരണ പറയും പോലെ നമ്മൾ കുളത്തിലെ മീൻ പിടിക്കുന്ന സമയത്ത് വലിയ മീനുകളെല്ലാം ചാടി അങ്ങ് പോകും, അവസാനം കൂനിപ്പൊടികളാണ് പിടിക്കുക. അതേപോലെ പാവങ്ങൾ ഇവിടെ അവരുടെ ഡെപ്പോസിറ്റും ഇല്ല. അവരാരോടെ പറയും? വനരോധനം പോലെയാണ് അവിടെ ചെന്നിരിക്കുമ്പോൾ വളരെ മ്ലേച്ഛമായ രീതിയിലാണ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ പെരുമാറുന്നത്. നിങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഇതേപോലെ സഹകരണ സംഘങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് സ്കൂപ്പ് കിട്ടും നിങ്ങൾക്ക്, എന്താണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇവിടുത്തെ പൊതുജനങ്ങളുടെ പിന്നെ പണം കിട്ടുന്ന അനുഭവങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും. അപ്പോൾ അതിനെതിരെ നിങ്ങൾ ഇതിപ്പോൾ ഇങ്ങനെ ഒരു സംരംഭത്തിന് എന്നോട് ചോദിച്ചത് വളരെ അഗൈതമായി നിങ്ങൾക്ക് നന്ദി പറയുന്നു. ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടി ഇതിൻ്റെ MD-യോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, ഞാൻ ഇവിടുത്തെ സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും ലക്ഷക്കണക്കിന് നിക്ഷേപകരുടെ 1000 കോടിയിലധികം രൂപയാണ് ഇപ്പോൾ നിക്ഷേപകർക്ക് ഈ സഹകരണ പ്രസ്ഥാനങ്ങൾ നൽകാനുള്ളത്. ഇതൊരു പ്രധാന ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു.
സർക്കാരും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഇടപെട്ട് സഹകരണ പ്രസ്ഥാനങ്ങളിലെ ഈ പ്രതിസന്ധി പരിഹരിക്കണം എന്ന് തന്നെയാണ് നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.